അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയുടെ കോഴിക്കോട്ടെ സ്വീകരണ വേദിയിലാണ്, സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നീണ്ടുകിടക്കുന്ന വിവിധങ്ങളായ സ്വീകരണ പോയിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്വീകരണത്തിന് പ്രത്യേകതയുണ്ട്. ഈ മണ്ണ് എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് വിത്തിട്ട മണ്ണാണ്. ഈ മണ്ണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആസ്ഥാന നഗരി എന്ന് വിളിക്കപ്പെടാവുന്ന മണ്ണാണ്. ഈ കോഴിക്കോടിൻ്റെ മണ്ണിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഈ ശതാബ്ദിയുടെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ശതാബ്ദി വേള സമസ്ത നൽകുന്ന സന്ദേശം അത് കോഴിക്കോടിൻ്റെ സന്ദേശമാണ്. കോഴിക്കോട് എന്ന് പറയുന്ന ഈ നാട്, ഈ നഗരം ലോകത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ നന്മയുടെ നാടായി, നന്മയുടെ നഗരിയായി ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള നഗരമാണ്. ലോകത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ന് മതമൈത്രിയെക്കുറിച്ച്, സാമൂഹിക സാഹോദര്യങ്ങളെക്കുറിച്ച്, ഇന്റർഫെയ്ത്ത് ഡയലോഗുകളെക്കുറിച്ചൊക്കെ സമൂഹം വാചാലമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലത്തും സമയത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് 14, 15 നൂറ്റാണ്ടുകളിൽ മനുഷ്യരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മതത്തിന്റെ പേരില് പച്ചക്ക് മനുഷ്യരെ പിടിച്ചു കൊണ്ടുപോയി ഇൻക്വിസിഷൻ കോർട്ടുകൾ ഉണ്ടാക്കി, മതവിചാരണ സഭകൾ ഉണ്ടാക്കി, ആ സഭകളിൽ വെച്ചിട്ട് മനുഷ്യരെ പച്ചക്ക് കത്തിച്ചു കളയുന്ന മതവിചാരണ സഭകൾ 14, 15 നൂറ്റാണ്ടുകളിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുരിശ് യുദ്ധങ്ങൾ, മതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുരിശ് യുദ്ധങ്ങൾ പടർത്തിയ കാലം 16, 15 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ കാലത്ത് ലോകത്തിന് മാതൃകയാകത്തക്ക വിധത്തില് വിവിധ മതസമൂഹങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരു മെയ്യും മനസ്സുമായി ജീവിക്കണമെന്ന സന്ദേശം ലോകത്തിനാകെ നൽകിയിട്ടുള്ള ഒരു നാടിന്റെ പേരാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്തിന് നൽകുന്ന സന്ദേശം ഈ ഒരുമയുടെ, ഈ കൂട്ടായ്മയുടെ, മനുഷ്യരെ മുഴുവനും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നതിന്റെ പ്രസക്തിയെ കുറിച്ചാണ് 14, 15 നൂറ്റാണ്ടുകളിലൊക്കെ കോഴിക്കോട് ലോകത്തോട് പറഞ്ഞതെങ്കിൽ ആ ഒരു സന്ദേശമാണ് സമസ്തക്ക് ലോക സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. നമ്മൾ ഓർക്കണം, ഈ കോഴിക്കോട്ടെ നല്ലവനായ സാമൂതിരി എന്ന ഭരണാധികാരി ലോകത്ത് മുഴുവനും മനുഷ്യർ മതത്തിന്റെ മേലിൽ തമ്മിലടിച്ച കാലത്ത്, ലോകത്ത് മുഴുവനും കുരിശ് യുദ്ധങ്ങൾ നടന്ന കാലത്ത്, ലോകത്ത് മുഴുവനും ഇൻക്വിസിഷൻ കോടതികൾ നടന്ന കാലത്ത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ചേർത്ത് പിടിക്കുകയും ഇസ്ലാമി നാടിന് അനിവാര്യമാണെന്ന് പറയുകയും മുസ്ലിം ഖാദിമാരെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ 16ാം നൂറ്റാണ്ടിൽ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ സാമൂതിരി എന്ന ഹൈന്ദവനായ ഭരണാധികാരി, സാമൂതിരി എന്ന ഹിന്ദു ഭരണാധികാരി ഇവിടുത്തെ പള്ളികളിലെ ഖതീബുമാർക്ക് ശമ്പളം കൊടുത്തിരുന്നത്, അതുപോലെ ഖാദിമാർക്ക് ശമ്പളം കൊടുത്തിരുന്നത്, വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുമാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് സാമൂതിരി എന്ന ഭരണാധികാരി നേരിട്ടായിരുന്നു. ഖാദിയെ നിയമിച്ചിരുന്നത് സാമൂതിരി എന്ന ഹിന്ദു ഭരണാധികാരിയായിരുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പേരിൽ ശിക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഖാദിയുടെ അനുമതി തേടുന്ന ഒരു സാമൂതിരി എന്ന നല്ലവനായ ഭരണാധികാരി ജീവിച്ച നാടാണ് കേരളമെന്ന് മഹാനായ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീനിൽ സർട്ടിഫൈ ചെയ്യുന്നു.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം. മതപരിവർത്തനം എന്ന് പറയുന്നത്, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നത് ക്രിമിനൽ കുറ്റമായും വർഷങ്ങളോളം ജയിലിൽ കിടക്കാൻ നിർബന്ധിതമാകുന്ന, അങ്ങനെ വിധിക്കപ്പെടുന്ന ശിക്ഷാർഹമാകുന്ന കുറ്റമായി ഓരോ സംസ്ഥാനങ്ങളിലും നിയമം പാസാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇന്ത്യ 16-ാം നൂറ്റാണ്ടിലേക്ക്, ആധുനിക ഇന്ത്യ റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോഴിക്കോട് നഗരത്തിലിരുന്നിട്ടാണ് സാമൂതിരി എന്ന ഭരണാധികാരി ആഹ്വാനം ചെയ്തത്, ഒരു കുടുംബത്തിൽ, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഈ നാട്ടിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള, മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്ലൂരലിസമാണ്, ബഹുസ്വരതയാണ്, ചേർന്നു നിൽപ്പാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ സാമൂതിരിയുടെ മണ്ണിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് വല്ലാത്ത ഒരു പ്രസക്തിയുണ്ട്. നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പാരമ്പര്യമാണ്. ആ സാമൂതിരിയോടാണ് മഖ്ദൂമുമാർ ചേർന്നു നിന്നത്, ആ സാമൂതിരിയോടാണ് ഖാദി മുഹമ്മദ് ചേർന്നു നിന്നത്. ആധ്യാത്മിക ഖാദിരി ത്വരീഖയിലെ സൂഫി സരണിയിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥമായിട്ടുള്ള മുഹിയുദ്ദീൻ മാല രചിച്ചിട്ടുള്ള ഖാദി മുഹമ്മദ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ മറ്റൊരു ഗ്രന്ഥമുണ്ട്, ഫത്ഹുൽ മുബീൻ എന്ന പേരിൽ. ആ ഫത്ഹുൽ മുബീനിൽ അദ്ദേഹം കേരളീയ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളിൽ ഒന്ന്, ഫവാജിബുൻ അലാ ജമീഇൽ മുസ്ലിമീൻ അയ്യദഉ ബിമിത്ലി ദായൽ മുസ്ലിമീൻ ലിഅന്നഹു മഅ കുഫ്രിഹി യുഹാരിബു വൽ മാലികുൽ മുസ്ലിമു ലാ യുഹാരിബു. വാജിബുൻ അലാ ജമീഇൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, നിങ്ങൾ ഓരോരുത്തർക്കും വൈയക്തികമായ നിങ്ങളുടെ ബാധ്യതയാണ് അയ്യദഉ ബിമിത്ലി ദായൽ മുസ്ലിമീൻ, ഈ സാമൂതിരിയെ പോലെയുള്ള ഹൈന്ദവ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നത് നിങ്ങളുടെ വൈയക്തികമായ ബാധ്യതയാകുന്നു. ലിഅന്നഹു മഅ കുഫ്രിഹി യുഹാരിബു വൽ മലികുൽ മുസ്ലിമു ലാ യുഹാരിബു. മുസ്ലിം ഭരണകൂടങ്ങൾ, മുസ്ലിം സുൽത്താൻമാർ വിവിധ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വ കൊളോണിയൽ ശക്തികളുമായിട്ട് സമരസപ്പെടുകയും രാജിയാകുകയും ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിനു വേണ്ടി, മുസ്ലിം സമൂഹത്തിനു വേണ്ടിയിട്ട് അടരാടുന്ന, പോരാടുന്ന, പ്രതിരോധം തീർക്കുന്ന മഹാനായ സാമൂതിരി, അദ്ദേഹം ഒരു പക്ഷേ അവിശ്വാസിയായിരിക്കാം, പക്ഷേ ആ വിശ്വാസിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വൈയക്തിക ബാധ്യതയാണെന്ന് ഈ കോഴിക്കോട് ജുമുഅത്ത് പള്ളിയുടെ അങ്കണത്തിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ ഖാദി മുഹമ്മദ് കേരളീയ മുസ്ലിം ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാരമ്പര്യമാണ്, ഈ സന്ദേശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ, അവന്റെ മതം പൂർത്തിയാകണമെങ്കിൽ അവന് മതരാഷ്ട്രവാദിയായിരിക്കണമെന്ന്, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്, ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ മാത്രമേ, ഹുക്കൂമത്തെ ഇലാഹി വന്നാൽ മാത്രമേ, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ ഒരു മുസ്ലിമിന്റെ മതം യഥാർത്ഥത്തിൽ പൂർണ്ണമാകൂ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരിലും, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിലും ലോകത്തുടനീളം വ്യത്യസ്തങ്ങളായ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങള് തീവ്രവാദ പ്രവർത്തനങ്ങളുമായും തീവ്രഭാവ ചിന്തകളുമായിട്ടും രംഗത്തിറങ്ങിയപ്പോ അത്തരം ചിന്താഗതികളെ അതിന്റെ മുളയിലെ നുള്ളിക്കളയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള പണ്ഡിത സഭകൾക്ക് പ്രചോദനം നൽകിയത്, അവർക്ക് ആവേശം നൽകിയത് ഈ ഖാദി മുഹമ്മദുമാരായിരുന്നു. കാരണം ഹിന്ദു ഭരണാധികാരിയായ സാമൂതിരിയുടെ കീഴിൽ യഥാർത്ഥ മുസ്ലിമായി കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു പ്രത്യേക ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങൾ ഇവിടെ പ്രത്യേകമായ ഇസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടിയിട്ട്, ഹുക്കൂമത്തെ ഇലാഹിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ 1941 മുതൽ രംഗപ്രവേശം ചെയ്തിട്ട് പറഞ്ഞത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ, അയാളുടെ ഇസ്ലാമിയത്ത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ,
അയാൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്നാണ്. ഇസ്ലാമിക രാഷ്ട്രമുള്ള ഇടത്ത് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥത്തിലുള്ള ഈമാനും ഇസ്ലാമും പൂർത്തിയാകൂ എന്ന് ജമാഅത്തെ ഇസ്ലാമി വന്ന് വിളംബരം ചെയ്തപ്പോൾ അപ്പുറത്ത് ഈജിപ്തിന് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റുകളില് മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ മറ്റൊരു ടീം രംഗപ്രവേശം ചെയ്തപ്പോ ലോകത്തിടനീളം തീവ്രവാദ ചിന്തകളുമായി ഇത്തരം വിഭാഗങ്ങൾ രംഗത്ത് പ്രവേശം ചെയ്തപ്പോ ഇതിന്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് കേരളത്തിലിരുന്നു കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹദൂമിങ്ങൾ, നമ്മുടെ ഖാദി മുഹമ്മദ് വിളിച്ചു പറഞ്ഞു, ഇതാ ഫവാജിബുൻ അലാ ജമീഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ഈ നാട്ടിലെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ അവ നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ്. അങ്ങനെ ചേർത്ത് നിൽക്കുന്ന ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികളുടെ കീഴിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പോരാടണം. അതിന്റെ ഭാഗമായിരുന്നു ഇവിടെ പോർച്ചുഗീസുകാർക്കെതിരെ മഖ്ദൂമിന്റെ നേതൃത്വത്തിലുള്ള ഉലമാക്കൾ പോരാട്ടത്തിനിറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ പിൽക്കാലത്തുണ്ടായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ മഹാനായ ഖാദി മുഹമ്മദ് അന്ത്യവിശ്രമം കൊള്ളുന്ന കോഴിക്കോട്ടെ ജുമുഅത്ത് പള്ളിയിൽ ഇരുന്നിട്ടാണ് 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഡ്ഹോക് കമ്മിറ്റി ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. 1926 ജൂൺ 26 ടൗൺ ഹാളിൽ വെച്ചിട്ട് സമസ്ത ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഖാദി മുഹമ്മദിന്റെ കാലിന്റെ ചോട്ടിലിരുന്നിട്ട് കോഴിക്കോട്ടെ ജുമുഅത്ത് പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഖബറിടം ഉൾക്കൊള്ളുന്ന പള്ളിയിൽ ഇരുന്നിട്ടാണ് 1925 ഈ കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് നമ്മുടെ പൂർവ്വഗാമികൾ ചിന്തിച്ചത്, നമ്മുടെ പൂർവ്വഗാമികൾ ഇതിന് വിത്തിട്ടത്, നമ്മുടെ പൂർവ്വഗാമികൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ ചെറുത്തുനിൽപ്പിന്റെ, ഈ നാട്ടിൽ വിഘടന, അതുപോലെയുള്ള വിഭാഗീയതയുടെ അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിന്റെ, ഈ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സായുധ കലാപങ്ങളുടെ, വിപ്ലവങ്ങളുടെ എല്ലാവിധ ശൈലികളിൽ നിന്നും മാറി നിൽക്കാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ നടുമുറ്റത്തേക്കാണ് പിൽക്കാലത്ത് ഷെയ്ഖ് സയ്യിദ് ജിഫിരി കടന്നു വന്നത്. ഷെയ്ഖ് ജിഫിരി തങ്ങൾ ഈ കോഴിക്കോട്ടേക്ക് കടന്നു വന്നത് സാമൂതിരി വിളിച്ചപ്പോ മഹാനായ ജിഫിരി തങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഷെയ്ഖ് ജിഫിരി വന്നപ്പോ ഹൈന്ദവനായ സാമൂതിരി അദ്ദേഹത്തിന്റെ സാമൂതിരി കോവിലകത്തിന്റെ തൊട്ടടുത്ത് ജിഫിരി തങ്ങളെ പാർപ്പിച്ചു. എന്റെ സാമൂതിരി കോവിലകത്ത് നിന്ന് നോക്കിയാൽ പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് മഹാനായ ജിഫിരി തങ്ങള് 1700കളിൽ കേരളത്തിലേക്ക് വന്നപ്പോ സാമൂതിരി ചേർത്തു നിർത്തി. ഇവിടുത്തെ പണ്ഡിതന്മാർ അവരോട് ചേർന്നു നിന്നു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നവർ പറഞ്ഞില്ല, മറിച്ച് ഈ നാടിന്റെ സംസ്കാരത്തോട്, ഈ സ്വന്തം സ്വത്വം കളയാതെ, സ്വന്തം ഐഡന്റിറ്റി കളയാതെ, ഇസ്ലാമികമായ മൂല്യങ്ങളിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ഈ നാടിന്റെ ഭരണകൂടങ്ങളോട് ചേർന്നു നിന്നു, ഈ നാടിന്റെ സംവിധാനങ്ങളോട് ചേർന്നു നിന്നു. ഇവിടുത്തെ ഭരണകൂടങ്ങളോട് അനാവശ്യമായി സംഘടനത്തിൽ ഏർപ്പെടാൻ പോയില്ല, അനാവശ്യമായി കലഹിക്കാൻ പോയില്ല, സാമൂതിരിയുടെ കൂടെ ചേർന്നു നിന്നു. പിൽക്കാലത്ത് സാമൂതിരി അല്പം സാമ്പത്തികമായി മറ്റൊക്കെ ശേഷിക്കുകയും ടിപ്പുവിന്റെ ആധിപത്യം മലബാറിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ കോഴിക്കോടിന്റെ പരിസരത്തില് വല്ലാത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി, ശുദ്ധജലത്തിന്റെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ കുറിച്ച് വളരെ മനോഹരമായി മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എക്കാലത്തെയും അമരക്കാരൻ മഹാനായ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ 1985 ഫെബ്രുവരി 3 ഇതേ കോഴിക്കോട് കടപ്പുറത്തണി നിറന്ന ലക്ഷക്കണക്കിന് സമസ്തയുടെ പ്രതിനിധികളെ, സമസ്തയുടെ മക്കളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഈ നാടിന്റെ സാഹോദര്യത്തിന്റെ കഥ പറയുന്നുണ്ട്, ഈ നാടിന്റെ മൈത്രിയുടെ കഥ പറയുന്നുണ്ട്. അതുപോലെ വാവർ വലിയുല്ലാഹിയുടെയും അയ്യപ്പന്റെയും കഥ പറയുന്നുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ കോഴിക്കോട് നഗരത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ കോഴിക്കോട് നഗരത്തില് ശുദ്ധജലത്തിന് ക്ഷാമം ബാധിച്ചപ്പോ മഹാനായ ജിഫിരി തങ്ങൾ രംഗത്തിറങ്ങിയിട്ട്, ഷെയ്ഖ് ജിഫിരി രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, സാമൂതിരിയോട് പറഞ്ഞു, നിങ്ങൾ ഇതാ ഈ കോഴിക്കോട് നഗരത്ത് ഇന്ന സ്ഥലത്ത് ശുദ്ധജലം കിട്ടാനുണ്ട്, അതുകൊണ്ട് ഇവിടെ കുഴിക്കണം. അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ കയ്യിൽ അത് കുഴിക്കാൻ മാത്രമുള്ള 4 ഏക്കറോളം വിശാലമായി കിടക്കുന്ന ആ സ്ഥലത്ത് പ്രവിശാലമായ കുളം കുഴിക്കാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അദ്ദേഹത്തിനില്ലായിരുന്നു. ടിപ്പു സുൽത്താൻ വന്നു. ടിപ്പുവിനോട് മഹാനായ ഷെയ്ഖ് ജിഫിരിയുടെ മുരീദ് കൂടിയായിട്ടുള്ള ടിപ്പുവിനോട് ഷെയ്ഖ് ജിഫിരി കാര്യം പറഞ്ഞു. അങ്ങനെ 3000 സ്വർണ്ണ നാണയം കൊടുത്ത് ടിപ്പു 3000 സ്വർണ്ണ നാണയം മഹാനായ
ഷെയ്ഖ് ജിഫ്രിയുടെ കയ്യിൽ കൊടുത്തു. മഹാനായ ജിഫ്രി തങ്ങളുടെ മേൽനോട്ടത്തിൽ സാമൂതിരിക്ക് സംഭാവനയായി, ഈ നാടിന് സംഭാവനയായി, ഈ നാടിനു വേണ്ടിയിട്ട് കോഴിക്കോട്ടെ മാനാഞ്ചിറക്കുളം നിർമ്മിക്കുകയുണ്ടായി. ഈ ചരിത്രം പറയുന്നത്, മാനാഞ്ചിറക്കുളത്തിന്റെ ചരിത്രം പറയുന്നത് ഈ നാടിന്റെ മൈത്രിയുടേതാണ്. അതിൽ ടിപ്പു സുൽത്താൻ എന്ന മറ്റൊരു ഭരണാധികാരിയുണ്ട്, സാമൂതിരി എന്ന ഹൈന്ദവ ഭരണാധികാരിയുണ്ട്. ഇവരെയെല്ലാം ഒരുപോലെ വിളക്കി ചേർക്കുന്ന ഷെയ്ഖ് ജിഫ്രി എന്ന മഹാനായ വലിയിന്റെ സൂഫിവര്യന്റെ ായ ആ പണ്ഡിതന്റെ നിഷ്കാമകർമ്മമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഷെയ്ഖ് ജിഫ്രി കാണിച്ചിട്ടുള്ള ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിൽക്കാലത്ത് ഉടലെടുത്തത്, പിന്നീട് പ്രവർത്തിച്ചത്. ആ ജിഫ്രിയത്തിന്റെ രക്തമാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും അതിന്റെ മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സന്ദേശയാത്ര കേരളീയ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദി ഈ നാടിന് നൽകുന്ന സന്ദേശം ഒന്ന് ചേർത്തുനിൽപ്പിന്റെ സന്ദേശമാണ്, കൂട്ടായ്മയുടെ സന്ദേശമാണ്, സാമുദായിക മൈത്രിയുടെ സന്ദേശമാണ്, സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ്. രണ്ടാമതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ശതാബ്ദി സന്ദേശം, ഈ ശതാബ്ദി യാത്ര കേരളീയ സമൂഹത്തിന് നൽകുന്നത് ആദർശവിശുദ്ധിയുടെ സന്ദേശമാണ്. ആദർശവിശുദ്ധിയുടെ സന്ദേശമാണ്. ആ സന്ദേശവും കേരളീയ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചത് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഷെയ്ഖ് ജിഫ്രി ആയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വഹാബിസം അപകടകരമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ജിഫ്രി തങ്ങളായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ ജിഫ്രി തങ്ങളായിരുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നജ്ദിൽ അയാൾ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ സായുധ വിപ്ലവങ്ങൾ നടത്തുന്ന സമയത്ത്, മഹാന്മാരുടെ മക്ബറകൾക്ക് നേരെ കർസേവ നടത്തുന്ന കാലത്ത് ഈ കേരളത്തിന്റെ കോഴിക്കോടിന്റെ മണ്ണിലിരുന്നിട്ട് ഷെയ്ഖ് ജിഫ്രി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അന്നേജിദിൽ കാഫിറു മുദ്കഫറന, അന്നേജിദിൽ കാഫിറു മുദ്കഫറന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം ഉമ്മത്തിനെ കുഫ്ർ ആരോപിച്ചത് കാരണത്താൽ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ, മുസ്ലിം മുഖ്യധാരക്ക് മേൽ മതഭ്രഷ്ട് കൽപ്പിച്ച നജ്ദിയായ ആ മനുഷ്യൻ ഞങ്ങൾ ഭൂരിപക്ഷ മുസ്ലിം മുഖ്യധാരക്ക് നേരെ മതഭ്രഷ്ടു നടത്തിയത് കാരണത്താൽ അയാൾ സ്വയം ഈ മതത്തിൽ നിന്ന് തെറിച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിനെ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്വികരായ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന മുഖ്യധാര, ആ മുഖ്യധാരയെ കുഫ്ർ ആരോപിക്കുന്നതിലൂടെ, ശിർക്ക് ആരോപിക്കുന്നതിലൂടെ, റിദ്ദത്ത് ആരോപിക്കുന്നതിലൂടെ സ്വയം ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവനാണ് ആ നജ്ദിയായ മനുഷ്യൻ. അയാളെ സൂക്ഷിക്കണേ, അയാളെ ശ്രദ്ധിക്കണേ, അയാൾ അപകടകാരിയാണെന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ, കേരളത്തിൻ്റെതല്ല, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞത് ജിഫ്രി തങ്ങളായിരുന്നു. ആ ഷെയ്ഖ് ജിഫ്രിയുടെ മാതൃകയാണ് പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാടിനോട് പറഞ്ഞത്. ആ ജിഫ്രി തങ്ങളുടെ മാതൃകയാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്ന് 1933 മാർച്ച് 5 ഇതേ കോഴിക്കോടിന്റെ ഫറൂഖിൽ ചേർന്ന സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി തങ്ങളുടെ പേരെടുത്തിട്ട് സമസ്ത പ്രമേയം പാസാക്കുന്നുണ്ട്. ആ പ്രമേയം ഇങ്ങനെയാണ്: മുഹമ്മദ് അബ്ദുൽ വഹാബ് പിഴച്ചവനാണ്, ഇബ്നു തൈമിയ്യ പിഴച്ചവനാണ്, അതുപോലെ ഇബ്നു ഹസം പിഴച്ചവനാണ്, ഇബ്നുൽ ഖയ്യിം പിഴച്ചവനാണ്, അതുപോലെ മുഹമ്മദ് അബ്ദു പിഴച്ചവനാണ്, ജമാലുദ്ദീൻ അഫ്ഗാനി പിഴച്ചവനാണ്, റഷീദുറുള്ള പിഴച്ചവനാണെന്ന് ഞങ്ങളിതാ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഉറക്കെ പറയുന്നു. ഞങ്ങളെ ഈ ആശയം പഠിപ്പിച്ചു തന്ന മഹാത്മാക്കൾ ഇവരാകുന്നു. മഹാനായ തഖിയുദ്ദീൻ സുബ്കിയാണ്, താജുദ്ദീൻ സുബ്കിയാണ്, ജലാലുദ്ദീൻ സുയൂത്തിയാണ്, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്, മഹാനായ അല്ലാമ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമിയാണ്, മഹാനായ മുഹമ്മദ് അൽ ബക്കരിയാണ്, മഹാനായ അബ്ദുല്ലാഹി അലവി അൽ ഹദ്ദാദ് തങ്ങളാണ്, അതുപോലെ മഹാനായ യൂസുഫ് നബ്ഹാനിയാണ്, സൈനി ദഹ്ലാനാണ്. ഈ ക്രാന്തദർശിത്വമുള്ള പരിപക്വരായ മുസ്ലിം ഉമ്മത്തിന് ലോകത്തുടനീളം നേതൃത്വം നൽകിയ ഈ ഇമാമിങ്ങൾ, ഈ മഹാത്മാക്കൾ. ഷെയ്ഖ് അവസാനം പറഞ്ഞു ഷെയ്ഖ് ജിഫ്രിയാണ് ലോക പ്രശസ്തനായ
പ്രശസ്തനായിരുന്നു ഷെയ്ഖ് ജിഫ്രി കോഴിക്കോട്ട്. ഈ കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി കേരളത്തിലും മാത്രമല്ല ലോകത്തുടനീളം പ്രശസ്തനായിരുന്നു. അറബ് ലോകത്ത് നിന്ന് വരുന്ന സയ്യിദന്മാരുടെ സാദാത്തുമാരുടെയൊക്കെ സാഹിത്യ സംഭാവനകൾ പറയുന്ന ഒട്ടുമിക്ക കൃതികളിലും കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രിയെ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. ഞാൻ ഇതിവിടെ പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പാരമ്പര്യം എന്ന് പറയുന്നത്, ഈ പൈതൃകം എന്ന് പറയുന്നത്, മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് പലരും വിസ്മരിച്ചു പോകുന്ന ഒരു യുഗപുരുഷനാണെന്നത് കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ കോഴിക്കോട് കുറ്റിച്ചിറപ്പള്ളിയുടെ തെക്കുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ജിഫ്രി തങ്ങളാണ് കേരളീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് മഹാനായ മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അതുപോലെ ഉമർ ഖാലി, മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി, അദ്ദേഹത്തിന്റെ പിതാവ് ആലി മുസ്ലിയാരുടെ ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അതുപോലെ വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ബാനി ഹസ്രത്തായി അറിയപ്പെടുന്ന ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആധ്യാത്മിക ഗുരുവാണ് ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താന്റെ ആധ്യാത്മിക ഗുരുവാണ്. പാണക്കാട് സാദാത്യങ്ങളിൽ ആദ്യമായി കേരളത്തിലേക്ക് കടന്നു വന്ന സയ്യിദ് അലി ശിഹാബുദ്ദീൻ തങ്ങൾക്ക് ത്വരീഖത്ത് നൽകിയത്, ആധ്യാത്മിക മാർഗദർശനം നൽകിയത് ഈ ജിഫ്രി തങ്ങളായിരുന്നു എന്നത് ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന വസ്തുതയാണ്. ഈ മഹാത്മാക്കൾ വഴി കാണിച്ചിട്ടുള്ള ഈ വഴിയിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിൽക്കാലത്ത് വന്നത്. അതുകൊണ്ടാണ് സമസ്ത 6ാം വാർഷിക സമ്മേളനത്തിൽ ഫറോക്കിൽ ഇതേ കോഴിക്കോട്ട് ചേർന്നിട്ട് കേരളീയ മുസ്ലിം സമുദായത്തോട് പറഞ്ഞത്, ഇതാ ജിഫ്രി തങ്ങൾ കാണിച്ച വഴിയിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത് എന്നത്. അത് ഓരോ വഹാബിസം വന്നപ്പോൾ ആദ്യമായി വഹാബിസം അപകടമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യയുടെ മറ്റെല്ലാ മേഖലകളിലും ബിദ്അത്തിന്റെ വിവിധങ്ങളായ കക്ഷികൾ വന്നു, പല ജാതി കക്ഷികൾ വന്നു. കേരളം അതിൽ നിന്നൊക്കെ പല നിലയ്ക്ക് രക്ഷപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് ഷിയാക്കള് ഇന്ത്യയിൽ ലക്നോവിൽ വന്നു. അവരുടെ ഭരണകൂടം ഈ തൊട്ടടുത്ത കർണാടകയിൽ പോലും ഷിയാക്കൾ ബിജാപൂർ കേന്ദ്രീകരിച്ച് ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി, മുസ്ലിങ്ങളിലേക്ക് കടന്നു കയറി സ്വഹാബത്തിനെ നിന്ദിക്കുന്ന ഏർപ്പാടുണ്ടാക്കി. ആ സമയത്ത് കേരളത്തിലേക്കും അവർ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് കടന്നു വരാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇതേ കോഴിക്കോട്ടിരുന്നിട്ട് മഹാനായ ഷെയ്ഖ് ജിഫ്രി കൻസുൽ ബറാഹീൻ എന്ന ആധ്യാത്മിക തസവ്വുഫിന്റെ ഗ്രന്ഥം എഴുതിയിട്ട് ഫഖീറുകളെന്നും സൂഫിവര്യന്മാരെന്നും പറഞ്ഞിട്ട് ഷിയഇസത്തിന്റെ മുഖം മൂടി ധരിച്ചിട്ട് കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വരുന്നത് അപകടകാരികളാണ്. ഈ അപകടകാരികൾ തസവ്വുഫിന്റെ മുഖം മൂടി നടിച്ചിട്ടുള്ള വ്യാജ ത്വരീഖത്ത് ആളുകളായി വന്നിട്ടുള്ള ഇവരെ സൂക്ഷിക്കണം, ഇത്തരം ഫഖീറന്മാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇതിന്റെ അപകടത്തെക്കുറിച്ച്, ഷിയഇസത്തിന്റെ അപകടങ്ങളെക്കുറിച്ച്, വ്യാജ ത്വരീഖത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് കൻസുൽ ബറാഹീനിലൂടെ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പിൽക്കാലത്ത് മമ്പുറം തങ്ങൾ അത് ഏറ്റെടുത്തു. അതുപോലെ ഉമർ ഖാലി അത് ഏറ്റെടുത്തു. പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നു. മഹാന്മാര് പറഞ്ഞതല്ലേ, സമസ്ത പിന്മാറിയില്ല. അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോ ആ സമയത്താണ് സമസ്ത വരുന്നത്. 1930 മണ്ണാർക്കാട് ചേർന്ന സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തില് സമസ്ത ഒന്നുകൂടി കേരളീയ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇതാ കൊണ്ടോട്ടിക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നു, അവർ അപകടകാരികളാണ് എന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിനോട് 1930 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മണ്ണാർക്കാട് വെച്ചിട്ട് പ്രത്യേകം ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിദ്അത്തുകൾ വരുമ്പോൾ, അതുപോലെ വ്യാജ ത്വരീഖത്തുകൾ വരുമ്പോൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു റഷീദുൽ അപകടകാരിയാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1933 പറയുമ്പോൾ അയാള് ഈജിപ്തിൽ അന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഓർക്കണം, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കുറവുള്ള, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കുറവുള്ള, ഇന്നത്തെ പോലെയുള്ള യാതൊരുവിധ വാർത്താ മാധ്യമങ്ങളും ഇല്ലാത്ത ഒരു കാലത്ത് റഷീദുൽ ഈജിപ്തിൽ ഇസ്ലാമിസവും സലഫിസവും ഇസ്ലാഹിസവും കൂട്ടിക്കലർത്തിയിട്ട് പ്രത്യേക രീതിയിൽ പ്രബോധനം നടത്തുമ്പോ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു അയാൾ അപകടകാരിയാണ്. യൂസുഫ് നബ്ഹാനിയെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വഅമ്മാ റഷീദുൻ ദുൽ മനാരി ഫഇന്നഹു അഖല്ലുഹും ഇൽമാ വഅക്തറുഹും ശർറാ അഖല്ലുഹും അഖലാ വഅക്തറുഹും ശർറാ. ഇദാ അൽമനാറുകാരനായ റഷീദുല്ലാഹ് അയാൾ അപകടകാരിയാണ്, അയാൾ ബുദ്ധി കുറഞ്ഞവനാണ്, എന്നാൽ വിനാശം വർദ്ധിച്ചവരാണ്. ആരായിരുന്നു ഇവരെന്ന് അന്ന് ലോകത്തിന് തിരിഞ്ഞില്ല. അന്ന് ലോകം അൽ അസ്ഹറിൽ
പോലും ലോക പ്രശസ്തമായ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായ 1000 ആണ്ടുകളായി മുസ്ലിം ലോകത്ത് പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന ജാമിഉൽ അസ്ഹറിൽ പോലും ഈ പറയുന്ന മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ഒക്കെ കയറി മേഞ്ഞ് അൽ അസ്ഹറിന്റെ ഐഡിയോളജിയെ പോലും ലോകത്ത് അശാഇറത്തിനെ പ്രചരിപ്പിച്ച അഹ്ലുസുന്നയുടെ ധ്വജവാഹകരായി നിന്ന മഹാത്മാക്കൾ അധ്യാപകനം നടത്തിയിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളോളം ജ്വലിച്ചു നിന്ന മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഷീഇകളിൽ നിന്ന് മോചിപ്പിച്ച ആ മഹത്തായ അറിവിന്റെ കലാലയത്തിൽ പോലും ഇവർ നുഴഞ്ഞു കയറിയിട്ട് അവിടെ ഈ പറയുന്ന ഇസ്ലാഹിസവും മോഡേണിസവും ലിബറലിസവും പ്രചരിപ്പിച്ച സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് അപകടകാരികളാണെന്ന് പറഞ്ഞു. മാസോണിസത്തിന്റെ വക്താക്കളാണെന്ന് പിന്നീട് ലോകമാകെ അവരെ തിരിച്ചറിഞ്ഞു. വിശുദ്ധ ഖുർആനെ നോക്കിയിട്ട് ഇവര് പറഞ്ഞത് ഇന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതാ ഖുർആൻ എന്ന് പറയുന്നത് വളരെ നല്ല ഗ്രന്ഥമാണ്, വളരെ മനോഹരമായ ഗ്രന്ഥമാണ്. പക്ഷെ ഖുർആനിൽ ഈ മൂസാ നബിന്റെ കുറെ മുഅ്ജിസത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഇത് കടലിലടിച്ചിട്ട് പിളർന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ യൂനുസ് നബിനെ മത്സ്യം വിഴുങ്ങി എന്നിട്ട് പുറത്തേക്ക് ജീവനോടെ വന്നു എന്നൊക്കെ പറയുന്നു. റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ചന്ദ്രൻ പിളർന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ കുറെ അത്ഭുത സംഭവങ്ങളുണ്ട്. ഈ അത്ഭുത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിന് ഇങ്ങോട്ട് മനസ്സിലാവൂല, ജിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവൂല. അതുകൊണ്ട് ജിന്ന് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ്, അത് ശൈത്താൻ എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സമീപകാലത്ത് സലാം സുല്ലമിയും കൂട്ടരും കൊണ്ടുവന്നതാണെന്ന്. അല്ല, ഇതൊക്കെ 1930കളുടെ മുമ്പ് ഈജിപ്തിൽ ഈ പറയുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും നിരന്തരം വിറ്റുകൊണ്ടിരുന്ന ചരക്കുകളായിരുന്നു. ആ ചരക്കുകൾ പിൽക്കാലത്ത് പുതിയ കുപ്പിയിലാക്കി കേരളത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം അപകടകാരികളായ മനുഷ്യർ ദീനിനെ നശിപ്പിക്കുമെന്ന് ലോകത്തോട് സമസ്ത വിളിച്ചു പറഞ്ഞു. അവരുടെ ഹയാത്തുകാലത്ത് വിളിച്ചു പറഞ്ഞു. അന്ന് പലർക്കും അത് മനസ്സിലായില്ല. പിന്നീട് ലോകമാകെ അംഗീകരിച്ചു. ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി സലഫികൾ പോലും അവരെ കുറിച്ച് പറഞ്ഞു. നാസിറുദ്ദീൻ അൽബാനി അടക്കം അയാളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ഇവർ മാസോണിസത്തിന്റെ വക്താക്കളാണ്, ഇവർ ഫ്രീമേഴ്സൺ മൂവ്മെന്റിന്റെ വക്താക്കളാണ്. ഏതാണ് ഈ മാസോണിസം? ഇസ്ലാമിക സമൂഹത്തെ സാംസ്കാരികമായി നശിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിക സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സയണിസം പിടച്ചുവിട്ട അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് മാസോണിസം എന്ന് പറയുന്നത്. ഫ്രീമേഴ്സൺ മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ഇസ്രയേലിന്റെ രൂപീകരണത്തിൽ അതിന്റെ പങ്ക് കാണാം. അതുപോലെ ലോകത്തെ വേൾഡ് ലാർജസ്റ്റ് സീക്രട്ട് സൊസൈറ്റി എന്നാണ് പല വിജ്ഞാനകോശങ്ങളും അതിനെ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ മോഡേണിസമായി രംഗത്തിറങ്ങിയ, അർദ്ധയുക്തിവാദവുമായി രംഗത്തിറങ്ങിയ ഇത്തരം വിഭാഗങ്ങളെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രംഗപ്രവേശം ചെയ്തത്. ആ ആദർശ വിശുദ്ധി, ഈ സന്ദേശയാത്ര സമൂഹത്തിന് നൽകുന്ന മഹത്തായ സന്ദേശം ഇതാ മഹാന്മാരായ ഷെയ്ഖ് ജിഫ്രി ഇവിടെ കാണിച്ച ഒരു ആദർശത്തിന്റെ വിശുദ്ധിയുണ്ട്. ഒരു കോംപ്രമൈസും ചെയ്യാതെ വഹാബിസം അപകടകരമാണെന്ന് പറഞ്ഞ ആദ്യത്തെ തങ്ങൾ മാത്രമല്ല, ആദ്യത്തെ ആലിം മാത്രമല്ല, ആദ്യത്തെ ഇന്ത്യൻകാരൻ കൂടിയായിരുന്നു. ആ പാരമ്പര്യം സമസ്ത നിലനിർത്തി. സമസ്ത വന്നപ്പോൾ മഹാന്മാരായ സമസ്തയുടെ സ്ഥാപകകാല നേതാക്കൾ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഒരു സംവിധാനം. നമ്മൾ കോഴിക്കോടിന്റെ മണ്ണിൽ ഇവിടെ ഇങ്ങനെ സംഗമിക്കുമ്പോൾ നമുക്ക് മറക്കാനാകാത്ത ഒരു വലിയ പേരാണ് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി. ഈ തൊട്ടടുത്ത നമ്മുടെ കോഴിക്കോടിന്റെ ചാലിയത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി ഇന്ന് കാണുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പൊറലുമേൽക്കാതെ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ ബാധ്യതപ്പെട്ടിട്ടുള്ള, നമ്മൾ കടപ്പെട്ടിട്ടുള്ള, നമ്മൾ ചിന്താപരമായി കടപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് പറയുന്നത്. ശാലിയാത്തി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 മദ്ഹബിലും ഒരുപോലെ ഫത്വ നൽകാൻ പ്രാപ്തിയുള്ള മഹാപണ്ഡിതൻ. ഹൈദരാബാദ് നൈസാമിന്റെ ചീഫ് മുഫ്തി ആയിരുന്നു അദ്ദേഹം. ഹൈദരാബാദ് നൈസാം ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശാലിയാത്തിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തെ, ഇന്ത്യയിലെ അല്ല, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ടൈം മാഗസിന്റെ കവർ 1937 ഫെബ്രുവരിയിൽ ഇറങ്ങിയ ടൈം മാഗസിൻ, ഇന്നും ടൈം മാഗസിൻ പുറത്തിറങ്ങുന്നു. ലോകത്തെ പ്രഗത്ഭരുടെ ഫോട്ടോ കവർ ഫ്രെയിം ചെയ്തുകൊണ്ട് 1937 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ
ടൈം മാഗസിന്റെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് ഹൈദരാബാദിലെ നൈസാമായിരുന്നു. ആ നൈസാമിന്റെ നമ്മൾ റോൾസ് റോയ്സ് കാറുകൾ എന്നൊക്കെ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്. എന്നാൽ 1930കളിലും 40കളിലും നൈസാമിന്റെ കൊട്ടാരത്തിൽ ഈ റോൾസ് റോയ്സ് കാറുകളുണ്ട് എന്നതാണ്. ഇന്നും നമുക്കവിടെ അത് കാണാൻ കഴിയുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഹൈദരാബാദ് നൈസാമിന്റെ കൊട്ടാരത്തിലെ മുഫ്തിയായിരുന്ന 4 മദ്ഹബിലും ഫത്വ നൽകാൻ പ്രാപ്തയുണ്ടായിരുന്ന 100 രൂപ ഹൈദരാബാദിൽ നിന്ന് ശമ്പളം കിട്ടിയിരുന്ന പണ്ഡിതനായിരുന്നു അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, 1930കളിൽ 20കളിലും 30കളിലും ഒരു പവൻ സ്വർണത്തിന് 17 രൂപയാണ്. 1920കളിലും 30കളിലും ഒരു പവൻ സ്വർണത്തിന് 17 രൂപയാണ്. ആ 17 രൂപ ഒരു പവൻ സ്വർണത്തിന് വിലയുള്ള കാലത്താണ് 100 രൂപ ശമ്പളം വാങ്ങി ഷാലിയാത്തി ഉണ്ടായത്. മഹാനായ ഷാലിയാത്തി അപ്പണി പലിച്ചെറിഞ്ഞിട്ടാണ്, ആ പണി ഒഴിവാക്കിയിട്ടാണ് കോഴിക്കോട്ട് വന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപീകരണം നൽകിയത്. സമസ്ത രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഈ കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ചിട്ട് ഐക്യസംഘത്തെ സംവാദം നടത്തി, വാദപ്രതിവാദം നടത്തി പരാജയപ്പെടുത്തിയത് ആ ഷാലിയാത്തി പഠിപ്പിച്ച ഒരാദർശത്തിന്റെ വിശുദ്ധിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഈ സമസ്തയുടെ സന്ദേശയാത്ര, ഈ സന്ദേശയാത്ര കേരളത്തിന് നൽകുന്ന, കേരളീയ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന മൂന്നാമത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഈ യാത്രയുടെ ശതാബ്ദിയുടെ സന്ദേശം സമുദായത്തിന്റെ ചെറുത്തുനിൽപ്പാണ്. സമുദായത്തിന്റെ ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഉലമാഇനോട് സമൂഹം ചേർന്നു നിൽക്കുക എന്നുള്ള ഒരു മഹിതമായ പാരമ്പര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാടിന് ഒരുപാട് നന്മകൾ ചെയ്ത കൂട്ടത്തിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ MES രൂപീകരിക്കപ്പെട്ടു. MES ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി മുന്നോട്ട് വന്നു. സമസ്ത അതിനെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പിൽക്കാലത്ത് അവർ ഇസ്ലാമിക ശരീഅത്തിനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ ഇസ്ലാമിക ശരീഅത്തിനെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ 1970-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ MES ഇസ്ലാമിക സമൂഹത്തിന് അപകടകരമാണ്, കാരണം ഖുർആൻ സയ്യിദ് ബിൻ സാബിത്ത് എഴുതിയുണ്ടാക്കിയതാണെന്ന് പച്ചക്ക് പറഞ്ഞു അവരുടെ ജേണലിൽ എഴുതുന്ന സാഹചര്യം. ബാഫഖി തങ്ങൾക്ക് ഇതേ മാന MESനെ നിങ്ങൾ തള്ളിപ്പറയണം, സമുദായം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അന്ന് കേരളീയ മുസ്ലിങ്ങളെ നയിച്ചിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് ഇതേ മാനാഞ്ചിറയിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതേ മാനാഞ്ചിറയിൽ ബാഫഖി തങ്ങൾക്ക് സ്വീകരണം വെച്ചിരുന്നു. മഹാനായ ബാഫഖി തങ്ങൾ MESന്റെ സ്വീകരണത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന്റെ കൂടെ നിന്നു എന്നതാണ്. 1965 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ടായി. സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയിട്ട്, സമസ്തയുടെ ഭാഗമായിരുന്നവർ തെറ്റിപ്പോയിട്ട് അഖില എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഉണ്ടാക്കിയ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അവർ വല്ലാതെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ആ സമയത്ത് ഈ കോഴിക്കോടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതേ കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലേക്ക് മഹാനായ പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അഖിലയും വേണ്ട, കൊകിലയും വേണ്ട, സമസ്ത മതി, സമസ്ത അഖില ഇവിടെ വേണ്ടതില്ല, അഖിലയാകട്ടെ എന്ന് മഹാനായ പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങൾ പറഞ്ഞു. അന്ന് പൂക്കോയ തങ്ങൾ സമസ്തയുടെ മുഷാവറയിലില്ല, SYSന്റെ പ്രസിഡന്റ് സ്ഥാനത്തില്ല. ആ കാലഘട്ടത്തിൽ സമസ്തയിലെ ഒരു സ്ഥാനം പോലും ഇല്ലാഞ്ഞിട്ടും മഹാനായ പൂക്കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് കൂടെ നിന്നു. ഈ ചേർന്നു നിൽപ്പിന്റെ പാഠങ്ങളാണ്, ഈ സദാത്യങ്ങൾ ചേർന്നു നിന്നതാണ് നമ്മൾ ഇന്നലകളിൽ മുന്നേറ്റം നൽകിയത്. ഈ ചേർത്തു നിൽപ്പായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നും ആ ചേർത്തു നിൽപ്പുകൾ വേണമെന്നാണ്, നാളെയും അങ്ങനെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.